അല്ലാഹുവിനെ ഏറ്റവും അധികം തഅ്ളീം ചെയ്യുക. അത് കഴിഞ്ഞാൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തഅ്ളീം ചെയ്യുക. തഅ്ളീം ചെയ്ത് ബഹുമാനിച്ച് ആദരിച്ച് അവിടുത്തെ ശരീഅത്ത് മുറുകെ പിടിച്ച് അതാണ് ദീന്. മുഹീദ്ദീൻമാലയിൽ ഒരു വരി സാധാരണ പുതൻ പ്രസ്ഥാനക്കാർ പരിഹസിക്കുന്ന കളിയാക്കുന്ന ഒരു വരിയാണ്. നാൽപ്പത് വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഒരൂരാ കുളിച്ചോവർ. മനസ്സിലാകുന്നുണ്ട്? 40 വട്ടം ജനാബത്തുണ്ടായി 40 വട്ടം കുളിച്ചു ഒരു രാത്രി. ഇത് മുഹീദ്ദീൻമാലയിൽ ഒരു വരിയാണ്. ആ മുഹീദ്ദീൻമാലയുടെ അവസാനത്തിൽ പിഴയൊന്നും ഒളിയാതെ കളയാതെ ചെന്നോർക്ക് നായൻ മണിമാടം സ്വർഗത്തിൽ കൊടുത്തു നൽകുമേ. ഒരു പിഴവും കൂടാതെ മുഹീദ്ദീൻമാല ചൊല്ലിയവർക്ക് സ്വർഗത്തിൽ അല്ലാഹു തആല വീട് കൊടുക്കും എന്നും ആ മുഹീദ്ദീൻമാലയിലുണ്ട്. എന്നിട്ട് മുജാഹിദ് പുത്തൻ പ്രസ്ഥാനക്കാരൻ ആളുകളെ പരിഹസിക്കുകയാണ്. എടാ 40 വട്ടം ഒരു രാത്രി ജനാബത്തുണ്ടായി കുളിച്ച് ഇത് ചെല്ലിയാ സ്വർഗം കിട്ടുമെന്നാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നു. എടോ, നീ ഔലിയാക്കളെ അറിയുന്നുണ്ടോ? നീ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ഈ സംഭവം? ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് തങ്ങൾ വേറും തൊഴുതൊരുവാലെ 40 ഇറ്റാണ്ടോളം സുബ്ഹി തൊഴുതോർ. ഇശാ നിസ്കരിച്ച വുളൂ മുറിയാതെ സുബ്ഹി നിസ്കരിച്ചു 40 കൊല്ലം. 40 ദിവസമല്ല, 40 കൊല്ലം ഇശാ നിസ്കരിച്ച വുളൂ മുറിയാതെ സുബ്ഹി നിസ്കരിച്ചു. ഇന്നല്ലാഹ لا يدوم على الوضوء إلا المؤمن الكامل رواه البخاري قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ദായിമായിട്ട് വുളുവിൽ നിൽക്കുന്ന ആൾ അത് അല്ലാഹുവിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കല്ലാതെ അങ്ങനെ സാധിക്കുകയില്ല. എപ്പോഴും വുളുവിൽ ഷഹാദത്ത് തന്നെ, വുളു തന്നെ നിൽക്കുക, അത് സുന്നത്താണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ളം ഇശാ നിസ്കരിച്ചാൽ സുബ്ഹിന്റെ ഇടയ്ക്ക് വുളു മുറിക്കൂല. പിന്നെയോ അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കണ്ടേ? അതെ, തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിലോ ഉറങ്ങി എഴുതിയിട്ടതിന്റെ ശേഷം നിസ്കരിക്കുന്നതിനാണ് തഹജ്ജുദ് എന്ന് പറയാം. അത് നിസ്കരിക്കാതെ നിവൃത്തിയുമില്ല. അപ്പോൾ ഔസുല്ലാഹ് സാധാരണ ചെയ്യാറുള്ളത് ഇശാ നിസ്കരിച്ചാൽ ഒരല്പസമയം ഉറപ്പിച്ച് ഇരുന്ന് ഉറങ്ങും. നിങ്ങൾ ചെറിയ കിതാബിൽ പഠിക്കുന്നുണ്ട്, ഒതു മുറിയുന്ന കാര്യം ഉറക്ക്. ഇല്ലാ നൗമ മുമക്കിനിൻ മഖഅദഹു, ഇരിക്കുന്ന സ്ഥാനം ഉറപ്പിച്ച് ഇരുന്നവന്റെ ഉറക്കം ഒഴികെ. ഉറപ്പിച്ച് ഇരുന്നിട്ട് ഒരല്പസമയം ഉറങ്ങിയാൽ ഈ ഉറക്കം കൊണ്ട് ഒതുമുറിയില്ല. ഔസുൽ അഅ്ളം അങ്ങനെയാണ്. ഒരല്പസമയം നല്ല പോലെ ഇരുന്ന് ഉറപ്പിച്ച് ഇരുന്ന് ഉറങ്ങും. ഈ ഉറക്കം കഴിഞ്ഞ് രണ്ടാമത് എഴുന്നേറ്റിട്ട് തജ്ദീദുൽ വുളൂ, ഒന്നു മുറിയാതെ തന്നെ വീണ്ടും വുളൂ എടുക്കുക എന്ന ഈ സുന്നത്തും ചെയ്ത് നിസ്കരിക്കും.
സാധാരണ പതിവാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഒരു പരിശോധന നടക്കുകയാണ് ഒരു ദിവസം. എന്താണ്? തന്റെ കിതാബിൽ പറഞ്ഞതാണ്, അല്ലാഹു തആല എന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ വെച്ച് വലിയൊരു പരീക്ഷണമാണ് ഈ രാത്രിയിൽ നടന്നത്. എന്റെ കുട്ടികളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ചിന്തിക്കണം. ഓസല്ലാഹു പറയുന്നു, ഇശാ നിസ്കരിച്ചു, ഒരൽപ്പം ഉറങ്ങണമെന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇരുന്ന് എനിക്ക് ഉറക്കം വന്ന ഉടനെ തന്നെ ഫഹ്തലംതു, എനിക്ക് സ്ഖലനമുണ്ടായി, സ്വപ്നസ്ഖലനമുണ്ടായി. ഫസ്തൈഖൽതു, ഉടനെ ഞാൻ ഞെട്ടി ഉണർന്നുപോയി. ഉണർന്നു നോക്കുമ്പോൾ ഞാൻ സ്ഖലിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു. അങ്ങനെ ഉടനെ പോയി ഫഗ്തസൽതു, ഞാൻ പെട്ടെന്ന് കുളിച്ചു. കാരണം എപ്പോഴും ശുദ്ധിയിൽ തന്നെ വേണമല്ലോ. ഇവിടെ ഉറക്കത്ത് സ്ഖലനമുണ്ടായാൽ ജനാബത്തുണ്ടായിക്കഴിഞ്ഞു, അപ്പോൾ കുളിക്കൽ നിർബന്ധമായി. കുളിക്കാത്ത പക്ഷം അവിടെ ശുദ്ധി ഇല്ല. അതുകൊണ്ട് ഉടനെ തന്നെ പോയി കുളിച്ചു. അങ്ങനെ രണ്ടാമതും വന്നിട്ട് ഫജലസ്തു, ഞാൻ ഇരുന്നു. ഫഗലബത്നി ഐനായ, പെട്ടെന്ന് എനിക്ക് ഉറക്കം വന്നുപോയി. അറിയാതെ പെട്ടെന്ന് ഉറക്കം വന്നുപോയി. ഫഹ്തലംതു, പിന്നെയും സ്ഖലനമുണ്ടായി. വന്തബഹ്തു, പിന്നെയും ഞാൻ ഉണർന്നു. നോക്കുമ്പോൾ ചലിച്ചിട്ടുണ്ട്. ഉടനെ പോയി കുളിച്ചു. ഓ ചെറുപ്പക്കാരെ, എന്താണ് അല്ലാഹു ഇവിടെ പരിശോധിക്കുന്നത്? ഒന്നു എടുത്ത ഉടനെ തന്നെ, അല്ല, ജനാബത്ത് ഉണ്ടായ ഉടനെ തന്നെ കുളിക്കുക എന്നത് സുന്നത്താണ്. ഒരാൾ രാത്രി ഇശാ നിസ്കരിച്ചതിന്റെ ശേഷം അദ്ദേഹത്തിന് ജനാബത്ത് ഉണ്ടാവുകയാണ് എങ്കിൽ സുബഹിയാകുന്നത് വരെ കിടന്ന് ജനാബത്തോടുകൂടി ഉറങ്ങിയാൽ അവൻ തെറ്റുകാരനല്ല. പക്ഷേ ഉറങ്ങുന്നതിന്റെ മുമ്പ് അവൻ വുളൂ എടുക്കണം. അവന്റെ കലമുണ്ടായ സ്ഥലങ്ങളൊക്കെ കഴുകണം. കഴുകി വുളൂ എടുത്തിട്ടാണ് ജനാപത്തുകാരൻ അഥവാ ഉറങ്ങുന്നുവെങ്കിൽ ഉറങ്ങേണ്ടത്. അത് സുന്നത്താണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്ഥിതിയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിന് ഇഹ്തിലാമ് ഉണ്ടായാൽ, അല്ലെങ്കിൽ കുളിക്കേണ്ട കാര്യമുണ്ടായാൽ അവിടുന്ന് എപ്പോഴാണ് കുളിക്കാറുള്ളത് എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന് ജനാബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിക്കലാണ് അധിക ദിവസവും ചെയ്യാറുള്ള പതിവ്. ചില ദിവസം മാത്രം അല്ലാഹുവിന്റെ റസൂല് കുളിക്കാതെ കിടക്കും. പക്ഷേ കുളിക്കുന്നതിന്റെ മുമ്പ് വുളൂ ചെയ്ത് അങ്ങനെയാണ് കിടക്കുക. സഹോദരങ്ങളെ, അങ്ങനെ ചെയ്തത് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാ ദിവസവും കുളിച്ചിട്ട് മാത്രമായിരുന്നു റസൂലുള്ളാഹി കിടന്നതെങ്കിൽ അത് ഉജൂബായി പോകുമായിരുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ ജീവിതത്തിലെ ചുരുങ്ങിയ ചില ദിവസങ്ങളിൽ ജനാബത്ത് ഉള്ളതോടുകൂടി റസൂലുള്ളാഹി ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങുമ്പോൾ തന്നെ ഒളു എടുത്തിട്ട് വേണം ഉറങ്ങാനെന്ന് പഠിപ്പിക്കുകയും സുന്നത്തായ കാര്യമാണ്. അത് പഠിപ്പിക്കണം. അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് റസൂലുള്ളാഹി അങ്ങനെ ചെയ്തത്. എങ്കിൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ലാ യദൂമു അലൽ വുളൂഇ ഇല്ലൽ മുഅ്മിനുൽ കാമിലു, പരിപൂർണമായ മുഅ്മിനല്ലാതെ എപ്പോഴും ശുദ്ധിയിൽ നിൽക്കുകയില്ല എന്ന് പറഞ്ഞ ഈ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ചിന്തിക്കുന്നു, എനിക്ക് പെട്ടെന്ന് കുളിക്കണം. അങ്ങനെ അതാ അല്ലാഹു തആല പരിശോധിക്കുന്നു. 40 വട്ടം അതേ വന്ന് ഇരിക്കുമ്പോഴേക്ക് ഉറക്കം വരുന്നു. ഉറക്കം വരുമ്പോഴേക്ക് സ്ഖലനമുണ്ടാകുന്നു. സ്ഖലിച്ച ഉടനെ ഞെട്ടി ഉണരുന്നു. ഉണർന്ന ഉടനെ കുളിക്കുന്നു.
എങ്കിൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ലാ യദൂമു അലൽ വുളൂഇ ഇല്ലൽ മുഅ്മിനുൽ കാമിലു, പരിപൂർണമായ മുഅ്മിനല്ലാതെ എപ്പോഴും ശുദ്ധിയിൽ നിൽക്കുകയില്ല എന്ന് പറഞ്ഞ ഈ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ചിന്തിക്കുന്നു, എനിക്ക് പെട്ടെന്ന് കുളിക്കണം. അങ്ങനെ അതാ അല്ലാഹു തആല പരിശോധിക്കുന്നു. 40 വട്ടം അതേ വന്ന് ഇരിക്കുമ്പോഴേക്ക് ഉറക്കം വരുമ്പോഴേക്ക് സ്ഖലനമുണ്ടാകുന്നു. സ്ഖലിച്ച ഉടനെ ഞെട്ടി ഉണർന്ന ഉടനെ കുളിക്കുന്നു. ഇങ്ങനെ അല്ലാഹു പരിശോധിക്കുന്നു. എന്താണ് പരിശോധിക്കുന്നത്? ഫർള് നിസ്കരിക്കുന്നുണ്ടോ എന്ന പരിശോധനയല്ല, നിർബന്ധമായ കാര്യം ചെയ്യുന്നുണ്ടോ എന്ന പരിശോധനയല്ല. ചെറുപ്പക്കാര് ചിന്തിക്കണം. ഈ സുന്നത്ത് ജനാബത്തുണ്ടായ ഉടനെ കുളിക്കുക എന്ന ഈ സുന്നത്ത് എപ്പോഴും ശുദ്ധിയിൽ തന്നെ നിൽക്കണമെന്ന സുന്നത്ത് അത് നിർവഹിക്കുന്നത് ഗൗസുൽ ആലമിന് എത്രമാത്രം നിർബന്ധമുണ്ട് എന്ന് അല്ലാഹു തആല പരിശോധിക്കുകയാണ്. അങ്ങനെ 40 വട്ടം ഒന്ന് പരിശോധിച്ചു. 40 വട്ടം കഴിഞ്ഞപ്പോൾ ഗൗസുൽ ആലം നല്ല പറയുന്നു, ഞാൻ തളർന്നു ക്ഷീണിച്ച് അങ്ങേയറ്റം തളർന്നു പോയി. ഇനി ഒരു പ്രാവശ്യവും കൂടി അല്ലാഹു എന്നെ പരിശോധിച്ചിരുന്നുവെങ്കിൽ ഞാൻ പരിശോധനയിൽ തോറ്റുപോകുമായിരുന്നു. പക്ഷേ തോറ്റുപോയില്ല. അല്ലാഹു എനിക്ക് 40 വട്ടവും കുളിക്കാനുള്ള കഴിവ് തന്നു. ഞാൻ അല്ലാഹുവിന്റെ പരിശോധനയിൽ ഒരു സുന്നത്തെടുക്കുന്നതിനുള്ള ജിജ്ഞാസ എത്രമാത്രമാണെന്ന് പരിശോധിച്ചു. ഈ പരിശോധനയിൽ വിജയിച്ചു പോയി. എന്റെ അടിമയതാ സുന്നത്ത് ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കുമെന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഗൗസുൽ ആലം ഒരു ഫർദ് നിസ്കാരവും ഉപേക്ഷിച്ചില്ല, ഒരു സുന്നത്ത് നിസ്കാരവും ഉപേക്ഷിച്ചില്ല, ഒരു ദുഹാ നിസ്കാരവും ഉപേക്ഷിച്ചില്ല, ഒരു രാത്രിയും തഹജ്ജുദ് നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ നിസ്കരിക്കുന്നു. അങ്ങനെ പോയി ഒരു ചെറിയ സുന്നത്താണ് എപ്പോഴും ശുദ്ധിയോടുകൂടി നടക്കുക എന്നത്. ആ സുന്നത്ത് പോലും ഒഴിക്കാതെ 40 വട്ടം ജനാബത്തുണ്ടായാല് 40 വട്ടം ഒരു കുളിച്ചോ എന്ന് പറയുമ്പോൾ ഇത് മദ്ഹ് അല്ലേ ചെറുപ്പക്കാരെ? ഇത് പ്രശംസയല്ലേ? നിങ്ങൾ ചിന്തിക്കൂ, നമ്മൾ എത്രയാണ് ഇത്തരം സുന്നത്തുകളെ ഉപേക്ഷിക്കുന്നത്? നാം ആരെങ്കിലും ഈ സുന്നത്ത് കൊണ്ട് പരിഹരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഫർദ് നിസ്കാരം ഉപേക്ഷിക്കാതെ, സുന്നത്ത് നിസ്കാരം ഉപേക്ഷിക്കാതെ എല്ലാ സുന്നത്തുകളും മുറുകെ പിടിച്ചുകൊണ്ട് ശർഈയായ മുഴുവൻ കാര്യങ്ങളെയും എടുത്തുകൊണ്ട് ലോകത്തോട് പറയുന്നു, മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖ ഫഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. ഓ മുരീദേ, എന്നെ നീ മുറുകെ പിടിച്ചോ, എന്നെ ഞാൻ ആഖിറത്തിലും ദുനിയാവിലും രക്ഷപ്പെടുത്തും. എന്നെ പിടിച്ചോവർ ആരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്കു ഞാൻ കവലുന്നോവർ. ബഹുമാനപ്പെട്ട ഖുത്ബുൽ പറഞ്ഞതാണ്, وكل ول له قدم وإني على قدم النبي بدر الكمال. എല്ലാ വലികളും ഓരോ നബി ഭാഷി, ഞാൻ എന്റെ സീമാവ കാൽഭാഷി ഒന്നോ. എല്ലാ ഔലിയാക്കളും ഓരോ നബിമാരെ പിൻപറ്റിയവരാണ്. ഞാൻ എന്റെ ഉപ്പാപ്പയായ
മധുൽ കബീറായ ഐനുൽ ജമാലായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുകയും അഹ്ലുൽ ഖദമിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ്. വബശ്ശിരിൽ ലദീന ആമനൂ അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം ഖാലൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറുൻ മുബീൻ. അല്ലാഹു പറയുന്നത് കേട്ടോ, ഓ പരിപൂർണ മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം നബിയേ. അന്നലഹും തീർച്ചയായും അവർക്കുണ്ട് ഖദമ സിദ്ഖിൻ സത്യത്തിന്റെ ഖദമ്, മഹത്വത്തിന്റെ ഖദമ്. ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ സത്യത്തിന്റെയും മഹത്വത്തിന്റെയും ഖദമ് ഉണ്ട്. ആ മഹത്തായ താരം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ സ്വലാത്തില്ലാത്തത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം ബുഖാരി പറയുന്നു, ഹാദൽ ഖദമു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഖദം എന്ന് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് എത്താൻ അതാ ബുസ്റാലന മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലന മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുഹദിമി വമൻ തകും ബിറസൂലില്ലാഹി നസ്റതുഹു ഇൻ തൽഖഹുൽ മുസ്ദഫി അജാബുഹു തജ്മീ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അഭയമായിട്ടുണ്ട്. അതാണ് ഖദമ്. ആ ഖദമ് ശരിക്ക് മുറുകെ പിടിച്ച ആളാണ് ഖുതുബുൽ അഖ്താബ് തങ്ങൾ. അവരാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതാണ് എന്നെ പിടിച്ചോർ ആരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. നിങ്ങൾ കണ്ടില്ലേ സഹീഹുൽ മുസ്ലിമിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹീഹായ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കാണാം. ആഖിറത്തിൽ ചെല്ലുമ്പോൾ ആളുകൾ ഇങ്ങനെ വന്നിട്ട് നരകത്തിൽ കടന്നുപോയ ചിലർക്ക് വേണ്ടി മാ മിൻകും ബിഅസദ്ദ ലില്ലാഹി മുനാസദതതും ലിഇഖ്വാനികും അല്ലദീന ദഖലൂ ബിന്നാർ. നരകത്തിൽ കടന്നുപോയ സഹോദരന്മാർക്ക് വേണ്ടി അതാ അവരോട് ബന്ധപ്പെട്ടവർ വാശിയോടുകൂടി അല്ലാഹുവിന്റെ അടുക്കൽ പറയും, ഇതാ നമ്മുടെ സ്ഥാപനം സുബ്ഹാന ജല്ല ജലാലു